അസ്സലാമലൈക്കും. നമുക്ക് ഇന്നൊരു പക്കവട ഉണ്ടാക്കിയാലോ? അങ്ങനെ കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിച്ചപ്പല, മല്ലിച്ചപ്പല എല്ലാം അരിഞ്ഞിട്ട് പാങ്ങലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെക്കണം. പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ഫസ്റ്റ് ഒരിക്കൽ പാങ്ങലതിനെല്ലാം ഒക്കെ ഞൗണ്ടണം. ഞൗണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് കടലപ്പൊടി, കുറച്ച് മൈദപ്പൊടി, 2-3 സ്പൂൺ മൈദപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഇടണം. പിന്നെ കുറച്ച് കാശ്മീർ മുളക് പൊടിയും ചിക്കൻ മസാല, കുറച്ച് ഇതിടണം, അരിപ്പൊടി, പിന്നെ ചിക്കൻ മസാലയും ഗരം മസാലയും, പിന്നെ കായപ്പൊടി അതെല്ലാം ഇട്ടിട്ടായിട്ട് പാങ്ങല കയ്യോടെ തന്നെ പാങ്ങല തിരുമ്പണം. തിരുമ്പിയിട്ട് കുറച്ച് വെള്ളം പീത്തി തിരുമ്പണവാ. കുറച്ച് വെള്ളം പീത്തിയിട്ട് തിരുമ്പിയിട്ട് പാങ്ങല തിരുമ്പിയിട്ട് ഒരു അരമണിക്കൂർ വെക്കണം റെസ്റ്റ് ചെയ്യാൻ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടായിട്ട് നമുക്കൊരു ചീനച്ചട്ടി എടുത്തിട്ട് എണ്ണ അടുപ്പിൽ വെക്കാം. എണ്ണ വെച്ചിട്ട് അതിലേക്ക് ചെറിയ ഇതാക്കിയിട്ട് ഇടാം, ഉരുളാക്കിയിട്ട് ചെറുതിടണവാ. വലിയ തീയിൽ വെക്കണ്ടാവോ, ചെറിയ തീയിൽ വെക്കണം. അപ്പോൾ ചെറുങ്ങനെ നല്ലോണം ബന്ധമുകൊണ്ട് വരണം. നല്ല അടക്കന്നെ കാഞ്ഞിട്ട് വന്നിട്ടാകുമ്പോൾ നല്ല ചോക്കനായിട്ടാകുമ്പോൾ അതിനെ മറിച്ചിടണം. എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയോ? നല്ല പാങ്ങുണ്ട്. നല്ല ചൂട് കട്ടൻ ചായയും ഇതും ഒന്ന് കഴിച്ച് നോക്കി. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ആക്കാവോ, സബ്സ്ക്രൈബ് ആക്കി.